ഏവർക്കും നമസ്തേ. PMTV പബ്ലിഷിംഗ് ഹൗസ് സൈക്കിക് മീഡിയം തെരേസ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഏവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടർ ടിറ്റി വർഗീസ്, PMTV സ്റ്റഡി ഇൻ യൂറോപ്പ് ആൻഡ് PMTV പബ്ലിഷിംഗ് ഹൗസിൻ്റെ CEO ഫൗണ്ടറാണ്. ഓൾസോ നോൺ ആസ് സൈക്കിക് മീഡിയം തെരേസ. ആദ്യമായി തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. സമാധാനമായിട്ടുള്ള, സന്തോഷമായിട്ടുള്ള, നന്മയായിട്ടുള്ള, ഈശ്വരാനുഗ്രഹത്തോടുകൂടിയ നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുമായിട്ട് പ്രധാനമായിട്ടും പങ്കുവയ്ക്കുവാനുള്ളത് എൻ്റെ ഫസ്റ്റ് റൊമാൻറ്റിക് ഫിക്ഷൻ നോവൽ. ഒരുപാട് മാസങ്ങളായി നാം ഏവരും കാത്തിരിക്കുന്നു. അതിൻ്റെ പേര് ഐ ആം ലില്ലി എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് പോലെ ബുക്കിൻ്റെ കവർ പേജാണത്. ആ ബുക്ക് നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ബുക്കായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. പ്രിൻറ്റ് ബുക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഐ ആം ലില്ലി എന്നുള്ള ഈ ഒരു റൊമാൻറ്റിക് ഫിക്ഷണൽ ഇൻസ്പിറേഷണൽ നോവലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് റൊമാൻറ്റിക് നോവൽസ് ഉണ്ട്. അപ്പോൾ വിഷ്ണു സാറൊക്കെ റൊമാൻസിൻ്റെ ആളാണ്, റൊമാൻറ്റിക് നോവൽ എഴുതുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് ഐ ആം ലില്ലി എന്ന് പറയുമ്പോൾ അതിൻ്റെ കവർ ഇമേജ് പോലും ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു ഫേസാണ്. കാരണം ആ ലില്ലീനെ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് മറ്റാരേക്കാൾ കൂടുതൽ ലില്ലീനെ അറിയാവുന്ന വ്യക്തി ഞാനായതുകൊണ്ട് തന്നെയാണ് ആ ബുക്കിൻ്റെ കവർ ഇമേജായിട്ട് അങ്ങനെ തന്നെ ഞാൻ എന്നെ തന്നെ നൽകിയിരിക്കുന്നത്. ജീവിതത്തിൻ്റേതായിട്ടുള്ള നിരവധി പ്രതിസന്ധി ഘട്ടങ്ങൾ നാം ഏവർക്കുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും പകുതി എത്തുന്നതിന് മുമ്പേ ഒരുപക്ഷെ അവസാനിപ്പിച്ച് കളയുന്ന ജീവിതത്തിനെ പറ്റി അതെങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വലിയ യുവതലമുറ മാത്രമല്ല, പ്രായമായ ആളുകളും ഇപ്പോഴും എനിക്ക് ക്ലയൻസായിട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുമ്പിലേക്ക് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് നമുക്ക് ലഭിച്ച അമൂല്യമായ ഒരു ജീവിതത്തിന് നശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നും ആർജവത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, തനിയെങ്കിൽ തനിയെ പൊരുതി മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മനസ്സിലാക്കി തരുന്ന ഒരു നോവലാണ് എൻ്റെ ലില്ലി. അപ്പോൾ ലില്ലീനെ ഹൃദയത്തോടുകൂടി ചേർത്ത് നിർത്തി സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും, ലില്ലി നടന്ന വഴികളിലൂടെ നടക്കുവാനും, ആ പാതയിലൂടെ നടക്കുവാനും, നേരിട്ട അനുഭവങ്ങൾ അതിൽ കുറേയൊക്കെ തന്നെയും നമ്മളുടെ ചുറ്റുമുള്ള ഈ ഒരു സമൂഹത്തിൽ നാം കാണുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഐ ആം ലില്ലി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബുക്കും നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആമസോണിൽ തന്നെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി എല്ലാവരും എപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ്, മാം തന്നെയാണോ ലില്ലി എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെയാണോ ലില്ലി എന്നുള്ളത് ആവാം, അല്ലാതായിരിക്കാം. എന്തു തന്നെ ആയാലും ലില്ലി ഈസ് ലില്ലി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിനേക്കാളും പ്രാധാന്യം ലില്ലി നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജാണ്, ഒരു വലിയ സന്ദേശമാണ്. ആ സന്ദേശത്തിനെ ഉൾക്കൊള്ളുവാനും നമ്മളുടെ ചുറ്റും നാം ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണുവാനും അത് മനസ്സിലാക്കുവാനും എവിടൊക്കെ എന്തൊക്കെയാണ് ഒരു അമ്മ, മകൾ, അപ്പൻ, ഹസ്ബൻഡോ വൈഫോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾക്ക് മുമ്പിലേക്ക് വളരെ പച്ചയായിട്ട് തുറന്നു കാട്ടുകയാണ് എൻ്റെ ലില്ലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് ചോദിച്ചു, മാം ഇപ്പോൾ ഈ ഐ ആം ലില്ലി എന്ന് പറയുന്ന ബുക്കിൽ അതിൻ്റെ കവർ ഇമേജായിട്ട് എൻ്റെ തന്നെ ഫേസ് കൊടുക്കുമ്പോൾ നാച്ചുറലി ആളുകൾ ചിന്തിക്കും ഈ ലില്ലി ഞാനാണ് എന്നുള്ളതും. അപ്പോൾ അതിൻ്റെ ടോപ്പിക്കും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ അത് മുന്നോട്ട് പോകും തോറും, അഡ്വാൻസ് ചെയ്യും തോറും ആ പെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒരു വിക്ടറിയൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ അതിനെ കാണുന്നു എന്നുള്ളതിനേക്കാളുപരി ആ ബുക്ക് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിനെ സ്വീകരിക്കുവാനാണ് നിങ്ങളേവരും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലില്ലിനെ നിങ്ങൾക്ക് പ്രണയിക്കാം, ലില്ലിനെ സ്നേഹിക്കാം, ലില്ലിയോട് ആരാധന തോന്നാം, ലില്ലിയോട് ചിലപ്പോൾ ദേഷ്യം തോന്നാം. അതൊക്കെ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആമസോൺ ഇന്ത്യയിൽ നിന്നും ആമസോൺ വേൾഡ് വൈഡിൽ നിന്നും നിങ്ങൾക്ക് ബുക്കായിട്ട് വാങ്ങിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്നത് വാങ്ങിക്കുക. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു വലിയ ആഗ്രഹമാണ് ലില്ലി.
ലില്ലീനെ എഴുതുന്ന സമയത്ത് സത്യത്തിൽ ഞാൻ കരഞ്ഞ ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പോൾ ഈവൻ ദോ ഞാൻ എബ്രോഡ് ആയിരുന്നെങ്കിൽ പോലും അറ്റ് സർട്ടൻ പോയിന്റ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, തെരേസ നീ എങ്ങനെ ആണെങ്കിൽ ഈ ബുക്കിനി ഇത്ര ഇമോഷണലായി പോയി എന്നുണ്ടെങ്കിൽ ഇത് വായിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ അറ്റ് ദ എൻഡ് ആ ബുക്ക് ഈശ്വരാനുഗ്രഹത്തോടുകൂടി ഫൈനലൈസ് ചെയ്യുവാനും പബ്ലിഷ് ചെയ്യുവാനും എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കണക്കാക്കുകയാണ്. വായിച്ച ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിവ്യൂസ് ആമസോണിൽ തന്നെ രേഖപ്പെടുത്തുക. വായിക്കാൻ പോകുന്ന ആളുകൾ ലില്ലീനെ ഹൃദയവിശാലതയോടുകൂടി സ്വീകരിക്കുക. അപ്പോൾ ഈ റീസെൻ്റ്ലി എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, തെരേസ നിനക്ക് അപ്പോൾ പ്രണയ നോവലൊക്കെ എഴുതാൻ അറിയാമോ എന്നുള്ളത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രണയം ഒരുപക്ഷെ കണ്ടുപിടിച്ച ആൾ തന്നെ ഞാനാകാമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കത്തക്ക രീതിയിലാണ് ആ ഒരു ബുക്ക് പോകുന്നതും. പ്രണയം എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ളൊരു വികാരമാണ് അല്ലേ. നമുക്ക് എല്ലാവരോടും പ്രണയം തോന്നാറില്ല. നമുക്ക് തോന്നുന്ന പ്രണയം സിൻസിയർ ആവണമെന്ന് നിർബന്ധമില്ല. രണ്ട് സൈഡിൽ നിന്നുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീവ്രമായ പ്രണയത്തിൻ്റെ ലഹരിയിൽ എന്താ പറയുക നിറഞ്ഞൊഴുകുന്ന, തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നിറഞ്ഞൊഴുകുന്ന ഒരു നദിയാണ് ലില്ലി എന്ന് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുകയുള്ളൂ. പെയിൻഫുള്ളായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ തന്നെയുമുണ്ട്. എന്നാൽ അതിൻ്റെ ആ ഒരു പെയിനിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എന്താ പറയുക, കഥ മുഴുവൻ ഞാൻ പറഞ്ഞു തരുമൊന്നുമല്ല കേട്ടോ, എങ്കിൽ തന്നെയും ആ ഒരു എന്താ പറയുക, ആ ഒരു റോങ് വേ ഓഫ് ട്രാക്കിലേക്ക് പോകാതെ ഇരിക്കുവാൻ, ഇന്നത്തെ തലമുറയെ ചിന്തിപ്പിക്കുവാനും ഇരുത്തി ചിന്തിപ്പിക്കുവാനും മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന ഒരു ക്യാരക്ടറാണ് ഐ ആം ലില്ലി. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു മനോഹരമായ ഇൻസ്പിരേഷണൽ നോവൽ, അതിനൊരു പ്രണയ നോവൽ എന്നുള്ളതിനേക്കാൾ ഉപരി ഇറ്റ്സ് എൻ ഇൻസ്പിരേഷൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലില്ലി വായിക്കുക, വാങ്ങിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പേഴ്സണൽ കൺസൾട്ടേഷൻ വേണ്ട ആളുകൾ താഴെ തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സോ വെബ്സൈറ്റോ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിലുള്ള സമയത്ത് ഇന്ത്യൻ നമ്പർ വർക്ക് ചെയ്യുമായിരിക്കും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമുക്ക് ജനുവരി 12-ാം തീയതി 2025 സൺഡേ ആണ്. എല്ലാവരുടെയും കൺവീനിയൻസ് പ്രകാരം സൺഡേയിലേക്ക് ഞാൻ തിരികെ പോകുന്നതിന് മുമ്പ് എൻ്റെ ക്ലയൻസിനും കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കും കാണുന്നതിന് വേണ്ടി കൊച്ചിയിൽ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളുമൊക്കെ അറിയാനായിട്ടും പ്രീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയും താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വർക്കിംഗ് ആണ്, ദയവായിട്ട് നിങ്ങൾ അതോടെ മനസ്സിലാക്കണം. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡിലേ ആകുന്നു എന്നുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് ദയവായിട്ടൊന്ന് മനസ്സിലാക്കണേ. സോ താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ്. സ്റ്റേ ബ്ലസ്ഡ്. ഹാവ് എ ഗ്രേറ്റ് Christmas ahead and Happy New Year in advance. Thank you.